സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. നെറ്റിയിൽ ചാരം പൂശി അനുതാപത്തിൻ്റെ ദിവസങ്ങളിലേക്ക് നമ്മൾ യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കാനുള്ള യോഗ്യത നേടുന്ന ദിവസമാണ്. ഇന്ന് സിറ മലബാർ സഭയിൽ നോയമ്പ് ആരംഭിക്കുകയാണ്. നെറ്റിയിൽ ചാരം പൂശി സിറ മലബാർ കുർബാനയിൽ മത്തായി 5:17 തൊട്ടുള്ള നിയമത്തിൻ്റെ പൂർത്തീകരണം. ഈശോ പറയാണ്, വചനത്തിൽ നിന്നും വള്ളിയോ പുള്ളിയോ മാറുകയില്ല. നമുക്കുണ്ടായിരിക്കേണ്ട ഉറപ്പതാണ്. ദൈവത്തിന് മാറ്റമില്ല. ലോകം മാറും, മനുഷ്യർ മാറും, വാക്കുകൾ മാറും, പക്ഷെ ദൈവത്തിൻ്റെ വാക്കിന് മാറ്റമില്ല. യേശുവിൻ്റെ കഷ്ടാനുഭവം നമ്മളിനി ചിന്തിക്കാൻ പോകുന്നതൊക്കെയും ദൈവവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കാൻ, നമ്മളുടെ ചിന്താഗതികളെ ഒന്ന് മാറ്റിമറിക്കാൻ, ഒന്നുകൂടെ വീണ്ടും ചിന്തിക്കാൻ നമ്മളിന്ന് തീരുമാനം എടുക്കുന്നതല്ലേ. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളിന്ന് വാട്സാപ്പിലും ഇൻ്റർനെറ്റിലും മീഡിയയിലും ഫേസ്ബുക്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് അതിലൂടെയാണെന്ന കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ദൈവവചനം മറന്നുപോയി. മാറ്റമില്ലാത്ത ദൈവവചനമാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് പറ്റിയൊരു അബദ്ധം അതാണ്. നമ്മൾ ലോകം പറയുന്നത് കൂടുതൽ ശ്രദ്ധിക്കും. യൂട്യൂബിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളത് അറിയാതെ വിശ്വസിക്കുകയാണ്. ഇത് പലതും 99% നുണയാണ്. ആൾക്കാർ കാശുണ്ടാക്കാൻ വേണ്ടി യൂട്യൂബിലൂടെ പ്രചരിപ്പിക്കുന്നു. അതെല്ലാം നമ്മുടെ ഉള്ളിൽ ദൈവവചനം, യേശുവിൻ്റെ വാക്കുകൾ ഈ കാലഘട്ടത്തെക്കുറിച്ചുമൊക്കെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം, അതാണ് ഇന്ന് സിറമലബാറിൽ മത്തായി 5:17 നിയമത്തെയോ പ്രവാചകനോ അസാധുവാക്കാൻ ഞാൻ വന്നിരിക്കുന്നത് വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശം ഭൂമിയും കടന്നു പോകുന്നവരെ, സമസ്തവും നിറവേറുന്നവരെ നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പ്രമാണങ്ങൾ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിലെ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. വീണ്ടും താഴോട്ട് വരുമ്പോൾ സഹോദരനുമായിട്ട് രമ്യതപ്പെടുക. സ്നേഹമാണ് ദൈവം. വചനം മുഴുവനും സ്നേഹമാണ്. സഹോദരനുമായി രമ്യതപ്പെടുക, സഹോദരനുമായിട്ട്. അതിന് താഴെ പറയുന്നത് വ്യഭിചാരം ചെയ്യരുത്. എന്നാൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ആ ദൈവവചനം നിലനിർത്താൻ, നമ്മുടെ സഹോദര ബന്ധങ്ങളിൽ ദൈവവചനം നിലനിർത്താൻ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വിവാഹമോചനം, അത് എപ്പോഴും ചിന്തിച്ചാണ് ദൈവ നിത്യതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിത പങ്കാളി, ദൈവം നമുക്ക് നമ്മുടെ ജീവിത പങ്കാളി നൽകി നമ്മുടെ നിത്യതയിലെത്താൻ, നമ്മുടെ സ്വർഗത്തിലെത്താൻ വേണ്ടിയിട്ടാണ്. ഈ ലോകത്തിൽ തീർച്ചയായിട്ടും മക്കളുണ്ടാകുന്നു, കുടുംബം, ഇതൊക്കെ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട്, നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോയി. ഈ ഭൂമിയിൽ സാത്താൻ്റെ അടിമത്തിൽപ്പെട്ടു പോകും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ അല്ലേ, നമ്മുടെ അമ്മമാരല്ലേ നമുക്ക് വേണ്ടി കുഞ്ഞുനാൾ പ്രാർത്ഥിച്ച് അത് നമ്മുടെ ഭാര്യ പ്രാർത്ഥിച്ച് അല്ലെ ഭർത്താവ് പ്രാർത്ഥിച്ച് അപ്പനും അമ്മയും കൂടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സഹിച്ച് ദൈവകൃപയിൽ നിലനിർത്തി ദൈവവചനം പാലിക്കാനുള്ള ദൈവത്തിൻ്റെ സംവിധാനമാണ്. നമ്മുടെ സഹോദരങ്ങളും ജീവിത പങ്കാളിയും ഒക്കെ അത് ഉപേക്ഷിക്കരുത്, അത് വിട്ടുപോകരുതെന്നാണ് പറയുന്നത്. ദൈവത്തിന് പിന്നെ ആണയിടരുന്ന് പറയുന്നുണ്ട്. അത് ദൈവത്തെക്കുറിച്ച്, കാരണം ദൈവം ഒരിക്കലും നുണ പറയില്ല. ദൈവനാമത്തിൽ എന്നൊക്കെ പറയത്തില്ല, പറഞ്ഞ അപകടമാണ്. കാരണം ദൈവത്തിന് നാമം ദുഷിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആഗോള സഭയിൽ ഇന്ന് മർക്കോസ് 10-ാമത്തെ അധ്യായത്തിൽ ധനികനും ദൈവരാജ്യവും, ഒരു ധനികനായ യുവാവ് യേശുവിൻ്റെ അടുത്ത് വന്നുകൊണ്ട് 17-ാമത്തെ വചനത്തിൽ മർക്കോസ് 10:17 നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശുവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവനല്ലേ നല്ലവനായി, ദൈവം ഒരുവനല്ലാതെ നല്ലവനായിട്ട് ആരുമില്ലല്ലോ. ദൈവം വചനമാണ്, മാറ്റമില്ലാത്തവനാണ് യേശു ഉദ്ദേശിച്ചത്. ഈശോ ദൈവപുത്രനാണ്. അത് യേശു സ്വയം പ്രഖ്യാപിക്കുന്നില്ല, പക്ഷേ യേശു ആ രീതിയിലാണ്. ദൈവം വചനമാണ്, വചനത്തിന് മാറ്റമില്ലാത്തതാണ്. ഈശോ വചനം ദൈവമാണ് തെളിയിച്ച കുരിശിൽ വചനത്തിൻ്റെ പൂർത്തിയാണ്. യേശയ്യായുടെ പ്രവചനങ്ങളൊക്കെ മുഴുവനും, എല്ലാ പ്രവാചക വചനങ്ങളും യേശുവിൽ നിറവേറി. അതുതന്നെയാണ് യേശു വരാനിരിക്കുന്ന ദൈവപുത്രൻ രക്ഷകനാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. യേശുവിനെ കുറിച്ച് അനാദി മുതലുള്ള വചനങ്ങളെല്ലാം നിറവേറി. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ യേശുവിനെ കുറിച്ചുള്ള വചനങ്ങളൊക്കെ നിറവേറി. ദൈവ വചനത്തിന്റെ പൂർത്തീകരണമാണ് ദൈവം യേശു ക്രിസ്തു. മനസ്സിലാക്കണം. നമ്മൾ ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ദൈവവചനം പാലിക്കാനായിട്ട്, ദൈവത്തിൻ്റെ വചനം അനുസരിക്കാനായിട്ട്
നമ്മളിന്ന് ഒത്തിരി റിയാക്ട് ചെയ്യുന്ന ഒരു നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയാണ്. അല്ല, അങ്ങനെയായിട്ട് മാറി. എന്തിനും പ്രതികരിക്കുക, എന്തിനും നമ്മൾ മറുപടി പറയുക, ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടെന്ന് തന്നെയാണ്. അത് നമ്മൾ ചിന്തിക്കുക. യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ധനികനായ യുവാവിന് എല്ലാ കൽപ്പനകളും പാലിക്കുന്നുണ്ട്. എല്ലാ കൽപ്പനകളും ചേർന്ന് ഈശോ സന്തോഷത്തോടെ നോക്കിയിട്ട് പറഞ്ഞു, മകനെ നിനക്ക് ഒരു സ്നേഹപൂർവ്വം യേശു അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്. നമ്മളോട് യേശു എന്തൊക്കെയോ പറയുന്നുണ്ട് ഈ നോമ്പിൽ. നിനക്ക് ഒരു കുറവുണ്ട് മകനെ, മകളെ. അതൊന്ന് ശാന്തമായ യേശുവിൻ്റെ അടുത്തിരുന്ന് കണ്ടുപിടിക്കാൻ ഒരുപക്ഷെ നമ്മുടെ ഈ ഒരു ചിന്തയായിരിക്കും. അതായത് ഇന്ന് നമ്മൾ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ ചിന്തിച്ചതുപോലെ നമുക്കൊന്ന് സ്വയം താഴാൻ പറ്റുന്നില്ല. നമ്മൾ ഏത് തലത്തിലാണെങ്കിലും, സഭയിലാണെങ്കിലും, നമ്മളെ കുടുംബത്തിലാണെങ്കിലും, വ്യക്തിജീവിതത്തിലാണെങ്കിലും, നമുക്ക് സ്വയം ഒന്നും ഇല്ലാതാകാൻ പറ്റുന്നില്ല. നമ്മൾ ഇല്ലാതായാൽ നമ്മളെ അവർ ഇല്ലാതാക്കും, നമ്മൾ ഇല്ലാതായാൽ അവർ നമ്മളെ ഇല്ലാതാക്കും. ഇങ്ങനൊരു കാഴ്ചപ്പാടാണ് ഇന്ന്. പക്ഷെ യേശുവിലേക്ക് നോക്കുക പ്രിയമുള്ളവർ, ഇന്നും മരിച്ചുയർന്ന് ജീവിക്കുന്ന യേശുവിൻ്റെ ആത്മാവാണ് തിരുസഭയെ താങ്ങി നിർത്തുന്നത്. യേശുവിൻ്റെ ആത്മാവാണ് ലോകത്തെ താങ്ങി നിർത്തുന്നത്. വചനമാണ് ലോകത്തെ താങ്ങി നിർത്തുന്നത്. ആ കർത്താവിനെ നമുക്കറിയാം. ഞാൻ ഓർപ്പിച്ചതുപോലെ അല്ലേ, യേശുവിനെ കുരിശിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ, അല്ലെ വിചാരണ ചെയ്യുമ്പോൾ, നമ്മളാണ് പറഞ്ഞത്, നമ്മളെല്ലാം എല്ലാ മാധ്യമങ്ങളും എല്ലാം ഉപയോഗിച്ച് നമ്മൾ പറയും നമ്മൾ രക്ഷപ്പെടണം, നമുക്ക് ഒരു കുഴപ്പമില്ല, നമ്മളൊന്നും നമ്മൾ സത്യമാണ്, നമ്മൾ ചെയ്തിട്ടില്ല. ഈശോയെ എന്തെങ്കിലും പറഞ്ഞോ? ഈശോ വാദിച്ചില്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ അല്ലെ ഇവരോട് ചോദിക്കുക, എത്ര ഞാൻ പോയിട്ടുണ്ട്, ആരോടെങ്കിലും നിങ്ങൾ ചോദിക്കുക. ദേവാലയത്തിൽ വെച്ച് ഒരിക്കലത് പറഞ്ഞു, ഞാനെല്ലാം പൊതുവായിട്ടാണ് സംസാരിച്ചത്. അവിടെ വെച്ച് അവരോട് ചോദിക്കാൻ മാത്രം. പിന്നീട് യേശു മൗനം പാലിച്ചു. ഒരക്ഷരം നമുക്കിന്ന് പറ്റാത്തതാണ് പ്രിയമുള്ളവരെ. നമുക്ക് സ്വയം ഇല്ലാതായി തീരാനൊന്ന് മൗനം പാലിക്കാൻ. നമ്മൾ മൗനം പാലിച്ചാൽ അവർ നമ്മുടെ തലയിൽ കയറി എന്തൊരു കാഴ്ചപ്പാട് സാത്താൻ ഇട്ടുകൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെയാണ് ദൈവശക്തിയിൽ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ യേശു നമ്മളെ 1 കൊരിന്തോസ് 6:19 പൗലോസ് പറഞ്ഞൊരു വാക്കാണല്ലോ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നമ്മൾ നമ്മളുടേതല്ല. പലപ്പോഴും ഞാൻ എൻ്റേതാണ്, എന്നെ തന്നെ ഞാൻ ഡിഫെൻഡ് ചെയ്യണം. എനിക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അപ്പൊ എന്നെ ഞാൻ ഡിഫെൻഡ് ചെയ്തില്ല, ഞാൻ പറഞ്ഞില്ലെങ്കിൽ, ഞാൻ വാദിച്ചില്ലെങ്കിൽ, ഇന്ന് മുഴുവൻ ലോകത്തിൽ അങ്ങനെയാണ്. അല്ലാത്തത് വിഡ്ഢിത്തരമാണ് അല്ലേ, ഞാൻ മിണ്ടാതിരിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ദൈവവചനം നമ്മൾ കാണുന്നത് യേശുക്രിസ്തു ഒരു വാക്ക്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് യേശു വിളിച്ചു പറയുന്നില്ല. ജനങ്ങളുടെ മുമ്പ് പീലാത്തോസിന് മുമ്പിൽ നിൽക്കുമ്പോൾ അല്ലേ അവൻ മൗനം, ഞാൻ ഓർപ്പിച്ച പോലെ അവൻ മൗനം ബാധിച്ചു. അത് യേശയ്യായുടെ പ്രവചനമാണ്. യേശയ്യ അതേക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നതിന് മുമ്പ് നിൽക്കുന്ന ചെമ്പരാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനൻ അവൻ എടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ പാപനിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടെന്ന് അവൻ്റെ തലമുറയിൽ ആര് കരുതി? അവൻ്റെ തലമുറയിലും കരുതിയില്ല, ഈ തലമുറയിലും. അവൻ മൗനം പാലിച്ചത് ദൈവവചനത്തിൻ്റെ നിറവേലാണ്. ദൈവവചനമാണ് നമ്മൾ ഇന്ന് കേട്ടതാണ്. മത്തായി 5 ആകാശവും ഭൂമിയും കടന്നു പോയാലും ദൈവവചനം മാറിപ്പോകുകയില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് മാറ്റമില്ല. നമ്മളിത് ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ സ്വന്തമാക്കാൻ അങ്ങേയറ്റം ശ്രമിക്കേണ്ട ഒരു മേഖലയാണിത് അല്ലേ. എന്താണ് ദൈവമേ എൻ്റെ കുറവ്? എനിക്ക് ഒന്ന് നിശബ്ദയാകാൻ പറ്റുന്നില്ല, എനിക്കൊന്ന് സ്വയം താഴാൻ പറ്റുന്നില്ല. അനുദിനം സ്വയം പരിത്യജിച്ച് അനുദിനം കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞ ലൂക്ക 9:21 വചനം മാറ്റമില്ലാത്ത വചനമാണ്. നമുക്ക് എന്തെല്ലാം മാറ്റി പറയാം, നമുക്ക് മാറി ചിന്തിക്കാം, പക്ഷെ ദൈവവചനമാണ് നിലനിൽക്കുന്നത്. ദൈവവചനമാണ് നിറവേറാൻ പോകുന്നത്. പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ യേശു വിളിച്ചു പറഞ്ഞില്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. യേശു ആരെയും ആളെ കൂട്ടിയില്ല അവിടെ അല്ലേ. നീ ഓർത്ത് നോക്കണം, യേശു നമ്മളാണെങ്കിൽ പറയില്ല, എൻ്റെ മോനെ നീ ഒന്ന് വിളിച്ചു പറ, നീ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളാണെ പറയാം, മോനെ നീ ഒന്നും ചെയ്യില്ല. ആരോടൊക്കെ പറയും, മാധ്യമങ്ങളെ വിളിക്കും, മീഡിയയെ വിളിക്കും, എവിടെയെല്ലാം നമ്മൾ ഫേസ്ബുക്കിൽ അവിടെ ഇവിടെയെല്ലാം പോസ്റ്റ് ചെയ്യും, അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ട പറയുള്ളൂ. നമുക്ക് ഇന്ന് അതേ ഉള്ളൂ ചിന്ത, അതേ രക്ഷയുള്ളൂ. നമ്മൾ പരസ്യം അല്ലെങ്കിൽ പൊതുവായ ഒരു കാഴ്ചപ്പാടിലൂടെ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ളൊരു മേഖല. ക്രിസ്തീയത മുഴുവനും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തകർച്ച എന്നത് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഇത് മനസ്സിലാക്കാൻ. പക്ഷേ അതാണ് മാറ്റമില്ലാത്ത വചനം, മാറ്റമില്ലാത്ത ദൈവവചനം. ബാക്കിയെല്ലാം മാറിപ്പോകുന്നതാണ് ഈ ലോകത്തിലുള്ളതെല്ലാം.
വാട്സാപ്പിൽ കാണുന്നു, യൂട്യൂബിൽ കാണുന്നു ഒന്നും നിലനിൽക്കത്തില്ല, എല്ലാം മാറിപ്പോകും. ദൈവവചനം മാത്രമാണ് നിലനിൽക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവവചനത്തിൽ യേശു ദൈവവചനത്തിൽ ഉറച്ചു നിന്നു. പരിശുദ്ധ കന്യാമറിയം വചനത്തിന്റെ ദാസിയായ മാറിയ അമ്മ അവിടെ പീലാത്തോസിന്റെ അരമനയുടെ മുമ്പ് നിൽക്കുമ്പോൾ യേശുവിനെ ബറാബാസിനെ വിട്ടുകൊടുക്കാൻ വേണ്ടി ആൾക്കാർ അലമുറയിടുമ്പോൾ അമ്മ ഒരു വാക്കും പറഞ്ഞില്ല. എൻ്റെ മോനെ വിട്ടയക്കണമെന്ന് അമ്മ ആളെ കൂട്ടിയില്ല. അവിടെ അമ്മ വിളിച്ചു പറഞ്ഞില്ല, മോനെ നീ ഒന്ന് പറ, അവർ നിന്നെ കൊല്ലാൻ പോവുകയാണ്, മോനെ നീ ഒന്ന് പറ, നീ ഒന്ന് ചെയ്തിട്ടില്ലെന്ന ഇല്ല. അമ്മ ഒരു വാക്ക് ഉരിയാടിയില്ല. നമ്മൾ അതിൻ്റെ ശക്തി, ആ ഒരു മവനത്തിൻ്റെ ശക്തി, ദൈവവചനത്തിലുള്ള ആശ്രയത്തെ ശക്തി നമുക്കേതാണെന്ന് ആവശ്യം. ഈ കാലഘട്ടങ്ങളിൽ നമുക്കിന്ന് ഒരു കുറവുള്ളത് അതാണെന്ന് ഞാൻ പറയും. ഇന്ന് മത്തായിയിൽ അല്ലെ മർക്കോസ് 10 ഈശോ പറഞ്ഞത് നമ്മൾ ചിന്തിക്കണ കർത്താവിന് മുമ്പിൽ എൻ്റെ ദൈവമേ, ആ ഒരു കുറവ് മനസ്സിലാക്കാൻ, ദൈവവചനം പാലിക്കാൻ, വചനത്തിൽ ഞാൻ പറഞ്ഞതുപോലെ യേശു നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ് അല്ലേ. നമ്മൾ ആദ്യം വീണ്ടും ഓർപ്പിക്കുകയാണ്. അതായത് നമ്മൾ വിലയ്ക്ക് വാങ്ങിയത് നമ്മുടെ സ്വന്തമാണ്. ഇതിനു മുമ്പുള്ള ഓണറുടെ ഒന്നും അവകാശം പറഞ്ഞു വരാൻ പറ്റില്ലല്ലോ. ഇപ്പം നമ്മളുടെ കുറവുകൾ, നമ്മുടെ വീഴ്ചകൾ, നമ്മുടെ പാപങ്ങൾ, നമ്മുടെ കുറ്റബോധങ്ങൾ, നമ്മുടെ കുടുംബത്തിൽ വന്ന കുറവുകൾ, അതെല്ലാം കൂടിയാണ് യേശു നമ്മളെ മൊത്തമായിട്ടാണ് വിലയ്ക്ക് വാങ്ങിയത്. നമ്മുടെ പുണ്യപ്രവൃത്തികൾ മാത്രമല്ല, അവൻ നമുക്ക് വേണ്ടി പാപമായി മാറി, അവൻ നമുക്ക് വേണ്ടി ശാപമായി മാറി. അവന് ക്രൂശിൽ കിടക്കുന്നത് നമ്മളുടെ പാപം അവൻ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ടാണ്. അവന്റെ ശരീരത്തിൽ അടികളേറ്റത് നമ്മൾ സൗഖ്യപ്പെടാൻ, നമ്മുടെ രോഗികളായതുകൊണ്ടാണ്. അവൻ നമ്മളെ സ്വന്തമാക്കി, അവൻ നമ്മളെ നവീകരിക്കുകയായിരുന്നു. നമ്മളത് അറിയണം. അപ്പൊ നമ്മുടെ എല്ലാം അവൻ്റെതാണ്. നമ്മുടെ മക്കള് അവൻ തന്നതാണ്. നമ്മുടെ ജീവിത പങ്കാളി അവൻ തന്നതാണ്. നമ്മളെ വിലയ്ക്ക് വാങ്ങിയപ്പോൾ നോഹയുടെ പെട്ടകത്തിൽ നോഹ നീതിമാനായിരുന്നു. നോഹയെ മാത്രമല്ലല്ലോ കയറ്റിയത്. നോഹയുടെ ഭാര്യയും അവർ ദൈവ നീതിമാനായിരുന്നു എന്നും പറയുന്നില്ല. മക്കളും, നോഹയുടെ ഭാര്യയും 3 മക്കളും അവരുടെ ഭാര്യമാരെയും, അങ്ങനെ ഒരാളുടെ നീതിമത്വം 8 പേര് അന്ന് രക്ഷപ്പെട്ടു. നമ്മൾ ദൈവസന്നിധി നീതി നിൽക്കുമ്പോൾ ദൈവം വിലയ്ക്ക് വാങ്ങിയത് നമ്മളത് അറിയണം. യേശു വിലയ്ക്ക് വാങ്ങിയതാണ്. നമ്മളെ കാൽവരി അതിന് വില കൊടുത്തതാണ്. അതുകൊണ്ട് ഈ നെറ്റിയിൽ ചാരം പൂശിയിരിക്കുമ്പോൾ ഒന്ന് ഇല്ലാതായി തീരാൻ, ഞാൻ വെറും മണ്ണാണ് കർത്താവേ. ഇന്ന് ഹൃദയത്തിൽ എളിമയോടെ ചിന്തിക്കാൻ, ശാന്തയോടെ ചിന്തിക്കാനുള്ള ഒരു ആത്മീയത തരണമേ. പരിശുദ്ധ പരമ ദൈവകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.